ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുന്ന ദിവസമാണ്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥലം എവിടേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പം നമ്മളത് തിരുവല്ലമല വീട്ടിലാണ് നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോവാൻ ഇത് റെഡിയായി നിൽക്കുക. നമ്മൾ സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോണേ. അവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പാലക്കാട് ബോർഡറല്ലേ വലിച്ച, അവിടെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, അവിടെയാണ് പോണത്. എനിക്കൊരു പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ എല്ലാവരും റെഡിയായി നിൽക്കുക. ഇപ്പം 10:10 അങ്ങനെ എന്തായി. ഇപ്പം നമ്മൾ ഇറങ്ങും 3 മണിക്ക് അവിടെ ചെക്ക് ഇൻ. അപ്പം അങ്ങോട്ട് പോകണ ഇടയ്ക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും എന്തോ ഡാമോ അവിടെ എന്തൊക്കെയോ കാണാൻ നിർത്തും. അപ്പോൾ ഇനി നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചത്. ഡാം അടച്ചിട്ടേക്കുവാണ്, അതുകൊണ്ട് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗാർഡൻ. ഈ ഗാർഡനിൽ കയറാമെന്ന് വിചാരിച്ചു. ഇത് ഡാം അടച്ചിട്ടേക്കുവാണ്. കോവിഡ് കാരണമാണെന്ന് തോന്നുന്നു. അതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഇപ്പം ഇതിന്റെ ജസ്റ്റ് ഇച്ചിരിയോട് മുന്നോട്ട് വരുമ്പോൾ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ കൂടെ നടക്കാൻ വന്നേക്കുക. ലിഫ്റ്റോ, ഡാമിൽ ലിഫ്റ്റോ പോലുമേ. ഓ ബാഡ്. ഇതെന്താ ഹായ് ഡാം കണ്ടോ? ചിലപ്പോ ഇതൊക്കെ തുറന്നു വിടില്ല വരുമ്പോ. ഏത് ഈ വെള്ളം തുറന്നു വിടില്ലേ ഈ ഇടുക്കിയിലൊക്കെ വെള്ളം കൂടുമ്പോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നപ്പോ എല്ലാം തുറന്നു വിട്ടില്ലേ? അപ്പൊ ഇവിടെ നിന്ന് കാണണായിരുന്നു. ഇല്ല, ഇവിടെ നിന്ന് കാണണായിരുന്നു. ഞാൻ പറഞ്ഞ, അല്ലാണ്ട് ഞാൻ കണ്ടെന്നല്ല പറഞ്ഞേ. അയ്യോ, ഇതെന്തോരു സ്റ്റെപ്പാ. പിന്നെ ഒരു ശ്വാസം മുട്ടും ഇല്ല. At last. ഇത് നോക്കുക ഗൈസ്. നല്ല കാറ്റ്. ഗൈസ്, നമ്മളൊരു 1-2 വിക്കൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പോകുക കേട്ടോ. റിസോർട്ടിൽ 3 മണിക്ക് ചെക്ക് ഇൻ. ഇപ്പോൾ വി ആർ ലീവിങ്. ഇനി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങും. ഇതേ നമ്മൾ അവിടെ നിന്ന് വന്ന വഴിക്ക് ചെറിയൊരു ഊണ് കണ്ടിട്ടോ. നമ്മൾ ആദ്യം കുറെ നേരം കയറണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിന്നു. അവസാനം നമ്മൾ കയറി. ശരിക്കും അടിപൊളിയാട്ടോ. എന്നുവെച്ചാൽ ശരിക്കും ഈ വീട്ടിലെ ഊണെന്നൊക്കെ പറയണ പോലെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി മേടിച്ച് എല്ലാം കൂടി 700 സംതിങ് ആയെന്ന് തോന്നുന്നു, അയാളൂന്ന് തോന്നുന്നു. 9 പേർക്ക്. നല്ല, നമ്മള് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നല്ല ഭക്ഷണമായിരുന്നു. അപ്പൊ ആരെങ്കിലും ഈ വഴി പോകണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. കാണുന്ന പോലെയല്ല, ശരിക്കും വീട്ടിലുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. ഗൈസ്, നമ്മളത് വ്യൂ പോയിന്റ് കാണാൻ നിർത്തിയേക്കായിരുന്നു.
അപ്പോഴാണ് കണ്ടത് വെല്ലിച്ചന്റെ കാറില് അയ്യോ അത് ഇല്ലില്ലത് വെല്ലിച്ചന്റെ കാറ് ഫുൾ അറ്റാക്ഡ് ബൈ കൊരങ്ങൻസ്. കൊരങ്ങൻ മൊത്തം പൊക്കത്ത് 5 ചേച്ചി ഇറക്കി. അതിന്റെ ഉള്ളിൽ 5 ചേച്ചിക്ക് പേടിയാ. 5 ചേച്ചിക്ക് ജീവിയുടെ ഒക്കെ പേടിയാ. അതാണെങ്കി കാറിന്റെ പൊക്കത്ത് കേറിയിരിക്കുക. 5 ചേച്ചി അവിടെ അച്ചു അത് തുറന്നു അതൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഓടിയതാണ് ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മളെത്തി. പക്ഷെ ഇതിന്റെ റൂമുണ്ട്. പക്ഷെ റൂമും പോട്ടെ വന്ന പൊഴി എന്റെ പൊന്നോ ഒരുമാതിരി കേട്ടില്ല. ഞങ്ങളാണെങ്കിൽ സിറ്റിയൊക്കെ കൊണ്ടുവന്നല്ലേ. ഓ റൂമെങ്കിലും നല്ല റോഡ് അത്രക്കിനെ കുഞ്ഞു റോഡ്. ഇതാണ് ട്രീ ടോപ്പ് റിസോർട്ട്. വണ്ടിയൊക്കെ ഇങ്ങോട്ട് വന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മളുടെ റിസോർട്ട്. ഇത് ഇങ്ങോട്ട് ഫുൾ പോകാനൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ട്രീ ഹൗസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും ട്രീ ഹൗസ് എല്ലാം തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് നമുക്ക് സാധാ കോട്ടേജേ കിട്ടിയുള്ളൂ. വലിച്ച മോളുണ്ട്, നമുക്കും കൂടെ പോയി നോക്കാം. ആട്ടാ ഇവിടെ പൂളുണ്ട്. അമ്മയെ പറഞ്ഞ അഴുക്ക് പിടിച്ച് പൂളെന്ന് ഞാൻ പറഞ്ഞില്ല. ദിസ് ഇസ് പൂൾ. ഇതാണ് പൂൾ ഗൈസ്. ദിസ് ഇസ് ദ ലൈവ. KL39 തൃപ്പൂണിത്തുറ ഡോക്ടറുടെ. ഇത് സെക്കൻഡ് റൂം. ഇത് രാജമലിച്ചിന്റെ സുനിലിമയുടെ റൂം. ഇത് നല്ല. ദിസ് ഇസ് ഓൾസോ നൈസ്. നീ നമ്മുടെ ഗൈസ് നെക്സ്റ്റ് we are going to tree house. ഞാൻ എന്തെങ്കിലും ട്രീ ഹൗസ്. This is our tree house. ചെറിയൊരു സ്ട്രീം ഉണ്ട് ഇതിൽ കൂടെ. ഇങ്ങനെ നോക്കി ഇതാണ് ട്രീ ഹൗസ്. ദിസ് ഇസ് അവർ ട്രീ. ഇതാണ് വെല്ലിച്ചിന്റെ വിലിമയുടെ അവിടെ തന്നെയാണ് നമ്മുടെ പൂളും. നമുക്ക് രാത്രി 10 o'clock വരെ ഓപ്പൺ ആക്കി തരും എന്ന് പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാം. അപ്പം അമ്മ പറഞ്ഞു വ്ളോഗ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു. എന്നിട്ട് നമുക്കൊരു എന്താ കേട്ടാ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാം. വന്ന് ഇരുട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അല്ല ഏട്ടാ പൂളിൽ സമ്മതിച്ചു. ഓക്കെ ഇപ്പൊ പൂൾ അലൗഡാണ്. പൂൾ അലൗഡ്. വേണ്ട. ഓക്കെ നമുക്ക് ഇറങ്ങാട്ടോ. ബാ. ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മള് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇവിടെ എത്തിയതാ. പക്ഷെ 3 മണിക്ക് എത്തിയിട്ട് ഇപ്പം സമയം എത്ര മണിയാട്ടാ? 4 ആയി. 4 കഴിഞ്ഞു. ഇപ്പോഴാണ് അവര് നമുക്ക് തേർഡ് റൂം വെച്ചാൽ ഞങ്ങളുടെ റൂം ഇപ്പോഴാണ് കിട്ടുന്നത്. ഇത്രയും നേരം നമ്മുടെ റൂം തന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് റൂം കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരു ഗുഡ്, വെരി ഗുഡും ഇല്ല, ഗുഡ് നൈസ്, ഓക്കെ, അത്രേ ഉള്ളൂ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച്. കാരണം നമ്മൾ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് സോപ്പ്, ബ്രഷ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം അതൊക്കെ നമ്മൾ പറയിപ്പിച്ചു. നമ്മൾ പറയണം എന്നാലേ വരത്തുള്ളൂ. അപ്പോൾ പൂള് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പൂള് ഓപ്പൺ ആക്കി തരാമെന്ന്.
അപ്പോൾ അങ്ങനെ പൂൾ ഓപ്പൺ ആക്കി തന്നു. Gustavus is Costa d'Or. Valerio Muñoz Ingos Nuhisisa. ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, 2 ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് ഇവിടെ. ഒന്ന് ദേ കാണണല്ലോ, അതവിടെയുണ്ട്, ആ ബ്ലൂ ഷർട്ടിൻ്റെ അവിടെ കളിക്കുക, ഒരു ലേഡി കളിക്കുക. അവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ഇനി അതിൻ്റെ അപ്പുറത്തും ഒരെണ്ണമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു മാച്ച് അതിൽ വെക്കാം. ഗൈസ്, അപ്പോൾ ദേ നമ്മള് നമ്മള് പൂള് നമുക്ക് വേണ്ടി അവർ ഫിൽറ്റർ ചെയ്ത് തന്നു. അപ്പം നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോവാണ്. എനിക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നറിയില്ല, മിക്കവാറും ഞാനൊന്നും എടുക്കുമെന്നില്ലാന്ന്. അപ്പം നമ്മൾ നേരെ പൂളിലേക്ക് പോവാ. അയ്യോ ഇരുട്ട്. അഞ്ചേച്ചി ഇത് ഡാൻസൊക്കെ കളിക്കണു. അഞ്ചേച്ചി പറ, ഇതിൽ കൂടെ പോയാ പോരെ? ആ വഴി പോണോ? ഓക്കെ, അപ്പം നമ്മൾ പൂളിലിറങ്ങ. എല്ലാവരും അമ്മയൊക്കെ കമോൺ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇല്ലില്ല എന്നെയാ. അപ്പം 1 മണിക്കൂർ അല്ല, അവർ ഫിൽറ്റർ ചെയ്ത് തന്നു നമുക്ക് വെള്ളം. ക്ലോറിൻ വാഷോ അങ്ങനെ എന്തോ ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ പൂളിലിറങ്ങാൻ പോവാ. ഐസാണോ? അയ്യോ 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 അവിടെ ആഴം കൂടുതലായിരിക്കും. ഭയങ്കര തണുപ്പാണ്. പറയാൻ പറ്റില്ല. ഇത് ശരിക്കും ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ലത്. മരവിച്ച ഒരു ഒന്നാമത് ഇവിടെ തണുപ്പും കൂടെ ഉണ്ട്. അയ്യോ അമ്മ വീഴാൻ പോയി. ഭയങ്കര തണുപ്പുണ്ടോ. നിക്ക്, ഞാൻ ബോൾ എടുത്തിട്ട് വരാം. കളിക്കാൻ പറ്റി കുറച്ചേരം കാല് വെള്ളത്തിട്ടിരിക്കും. അപ്പൊ ആ ടെമ്പറേച്ചർ ആയിട്ട് അഡ്ജസ്റ്റ് നീന്തിരിക്കറിയോ? തലയിൽ വെള്ളം പറ്റും. നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി. ഇവിടെ ആകെ ഐഡിയയ്ക്കും വോഡഫോണിനും മാത്രമേ റേഞ്ചുള്ളൂ. ഐഡിയ എൻ്റെ ഫോണാണ്, അല്ല ഐഡിയ വോഡഫോൺ എൻ്റെ ഫോണിൽ ആ സിമ്മുള്ളൂ. അപ്പം പക്ഷെ നെറ്റ് അധികം അങ്ങനെയില്ല, സിമ്മിന് ഇത് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. ഫുൾ തണുത്ത് വിറയ്ക്കുക, ഭയങ്കര തണുപ്പാണ്. കയ്യിലിത് നോക്കിയാൽ അറിയില്ല, രോമാഞ്ചം അത്രയ്ക്ക് നനക്കുന്നുണ്ട്. മുടിയൊക്കെ നനഞ്ഞില്ല. ഞങ്ങൾ മാക്സിമം മുടി നനയ്ക്കാണ്ടിരിക്കാനാണ് നോക്കിയേ. പക്ഷേ വെള്ളമൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ തെറിപ്പിക്കുമ്പോൾ പിന്നെ ഡൈവ് ചെയ്തപ്പോൾ ഒക്കെ മുടി ഫുൾ നനഞ്ഞ സാധനം. അപ്പോൾ എന്തായാലും നമ്മളവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണമൊക്കെ വന്നു. ഇനി എന്തൊക്കെയൊക്കെ വരാനുണ്ട്. ഇപ്പം ആകെ ചപ്പാത്തിയും പനീറോ വന്നിട്ടുള്ളൂ. ഇനി എന്തൊക്കെയൊക്കെ വരാനുണ്ട്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, ഭയങ്കര തണുപ്പാട്ടോ.
നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ചിക്കൻ 65ഉം ചപ്പാത്തി കുറുമ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. അയ്യോ എവിടെ സഹിക്കാം. ഞങ്ങളാണെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ എന്ന് വെച്ചാൽ സെറ്റർ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് സാധാ ഒരു പിന്നിയൻ ടോപ്പിൽ ഒരു പാൻറ്റിൽ നിൽക്കാം ഞാൻ. അവിടെ അവർ ഇത് ഭയങ്കര തണുപ്പം. ഞങ്ങളാ സത്യം പറഞ്ഞാൽ ശരിക്കും സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തണുപ്പൊന്നുമില്ല പൊട്ടയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നത്. എൻ്റെ ഭഗവാന് ഭയങ്കര തണുപ്പ്. നമുക്കിങ്ങനെ തണുത്തിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇങ്ങനെ കയ്യിലൊക്കെ രോമാഞ്ചം വരിക തണുത്തിട്ട്. അപ്പോൾ അതേ ഞാൻ മറ്റേ കോട്ടിൻ്റെ അവിടെയായിട്ട് നിൽക്കുന്നത്. അവരവിടെ നിൽപ്പുണ്ട്. 10:11 അങ്ങാണ്ടായി. 10 മണി അല്ല 10:30 ആയി. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവുക. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നാളെയാണ് നമ്മുടെ ഒറിജിനൽ ഡേ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ട്രിപ്പ് എന്ന് വെച്ചാൽ ട്രിപ്പല്ല ഇതും ട്രിപ്പാണ്. നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന നാഷണൽ പാർക്കൊക്കെ കാണാൻ പോകുന്നത് നാളെ. ഇതിന്ന് ജസ്റ്റ് ഒരു ഡൈവേർഷൻ ഉണ്ട് ഇങ്ങനെ 2 സൈഡിലോട്ട്. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഈ റിസോർട്ട്, ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നാഷണൽ പാർക്ക് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം ചെയ്തു. അപ്പം നമ്മളിപ്പോൾ കിടക്കാൻ പോവുക. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും അടിപൊളിയായിരുന്നു. പൂളിലൊക്കെ ഇറങ്ങി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്. ഇവിടുത്തെ എല്ലാം നല്ലതാണ്, ഫുഡും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ തർക്കടിയെ പുറത്ത് വിട്ടല്ലെങ്കിൽ നൈസായി പോകും. അപ്പോൾ അടുത്ത പാർട്ട് വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.